അതിനപ്പുറം അന്യായമായിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്ത് 10 പേര് ചേർന്ന് അറ്റാക്ക് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ഗ്രൂപ്പ് ആയിരുന്നില്ല അത്. അവിടെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഖിൽമാരാറിന്റെ ഫൈറ്റ് അഖിൽമാരാർ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത്. അല്ലാതെ 10 പേർ ഒന്നിച്ചു പോയിട്ട് ഒരാൾക്കെതിരെ ഫൈറ്റ് ചെയ്തില്ല. അവിടെ ടാസ്ക് തരിൽ അവിടെ ആ ഗ്രൂപ്പിസം ഉപയോഗിച്ചിരിക്കാം. ടാസ്കിനെ അത് കൂടുതൽ ഭംഗിയാക്കുകയാണ് അഖിലിന്റെ സീസണിൽ ചെയ്തത് എന്നതാണ് മറ്റൊരു വസ്തുത. അപ്പൊ അത് കണ്ടുകൊണ്ട് ജഡ്ജ് പണ്ട് ഈ ഗ്രൂപ്പിസം കളിച്ച ആളല്ലേ, എന്തുകൊണ്ട് ഞങ്ങളും ഇവിടെ കളിക്കും, എന്താ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓഡീഷന് വന്നിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ജഡ്ജസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് പോയിട്ട് കമ്പനിയുടെ മുതലാളിമാരെ തന്നെ ചോദ്യം ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഇറങ്ങിപ്പോടാ എന്നല്ലേ അവർ പറയൂ. ശരിക്കും അതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ഒരു ഓഡീഷനാണ്. ബിഗ് ബോസിനകത്ത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നാലും ബിഗ് ബോസിന് പല അധികാരങ്ങളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം. കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഡിയൻസിന് സപ്പോർട്ട് ഭയങ്കരമായി ഉണ്ടെങ്കിൽ ബിഗ് ബോസിന് ഇഷ്ടമില്ലാത്ത ഒരു പൂരി ചിലപ്പോൾ അവിടെ തുടരും. കാരണം ഓഡിയൻസ് ആണ് ബിഗ് ബോസിനകത്ത് അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നാലും ബിഗ് ബോസിന് ചില പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് പല രീതിയിലൂടെ ഗെയിം കളിക്കാം. പല ചലഞ്ചസും കണ്ടസ്റ്റൻസിന് മുന്നിൽ കൊണ്ട് കൊടുക്കാം. അതിനെയൊക്കെ അതിജീവിക്കുകയൊക്കെ വേണം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഭവത്തിനകത്ത് ഷാമോനും അതുപോലെ ഷിറ്റുലാലും അവസാന റൗണ്ടിൽ കാണിച്ചത് ഒരല്പം അതിര് കടന്ന പ്രകടനമായി പോയി എന്നതിൽ താക്കമില്ല. ഞാൻ മനസ്സിലാക്കിക്കൂട്ടി ചിലപ്പോൾ അവർക്കിടയിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാം. ഇത്രയും നേരം ഒന്നിച്ച് നിന്നിട്ട് ഒരാളെ മാത്രമായിട്ട് മറ്റൊരാളെ ചതിക്കുന്നത് എങ്ങനെ ശരിയാകും എന്ന ഒരു കാഴ്ചപ്പാടൊക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ കടന്ന് ചിന്തിച്ചത് കൊണ്ടാവാം. അങ്ങനെയൊക്കെ മനുഷ്യന്മാർ ചിന്തിക്കും, അങ്ങനെയുള്ളവരും ഉണ്ട്. ഇനി ഓഡിയൻസ് എന്ത് ചിന്തിക്കുമെന്ന് കരുതിയിട്ട് നന്മ വരെ കളിക്കാൻ ശ്രമിച്ചതൊക്കെ ആവാം. ഇത്തരം സാധ്യതകളെല്ലാം അവിടെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അവിടെ ജഡ്ജസിന് വേണ്ടിയിരുന്നത് ഒരു ഫൈനൽ വിന്നറെ ആയിരുന്നു, അല്ലെങ്കിൽ ഇവിടെ തമ്മിലുള്ള ഒരു ഗെയിം